സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സജ്ജനങ്ങളെ, സംബോധരെ, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ കുറികൊള്ളുന്ന ഈ പരിപാവനമായ ക്ഷേത്രസന്നിധിയിൽ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരമുണ്ടാക്കുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശ്വരീയമായ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ആധ്യാത്മികത, അല്ലെങ്കിൽ ഭാരതത്തിലെ ആധ്യാത്മികതയുടെ പ്രത്യേകത എന്താണ് എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഭാരതം എന്ന് പറയുമ്പോൾ ആധ്യാത്മികതയുടെ നാടാണ്. ലോകത്ത് ഏതൊരു രാജ്യത്തിൽ നിന്നും വിഭിന്നമായി ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പൈതൃകമായിട്ടുള്ള സംസ്കാരമുള്ള നാടാണ് ഭാരതം. ഭാരതത്തെ പോലെ ആധ്യാത്മികതയുള്ള ഒരു രാജ്യവും ലോകത്ത് പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ലതാണ്. ലോകത്തിന്റെ ഗുരുസ്ഥാനം അലങ്കരിച്ചിരുന്ന രാജ്യമായിരുന്നു ഭാരതം. എന്തുകൊണ്ടോ ചില സമയത്ത് നമുക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. ആ ഒരു സ്ഥാനം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ഏത് ദേശ പ്രസിദ്ധസ്യ സാഗാസാദാക്ക ജന്മന സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പ്രതിഭ്യം സർവമാനവാന്ത. അതായത് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ ജനിച്ച വ്യക്തികളായാലും സ്വന്തം ചരിത്രം പഠിക്കണമെങ്കിൽ ആ ഭാരതത്തിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരുന്നു പണ്ട് ഭാരതം ലോകത്തിന്റെ നെറുകയില് അല്ലെങ്കിൽ ഗുരുസ്ഥാനം അലങ്കിച്ചിരുന്നത്. ഭ എന്ന വാക്കിന്റെ അക്ഷരത്തിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്. വെളിച്ചമെന്ന് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഉള്ള വെളിച്ചത്തെ അല്ല ഭാരതം വെളിച്ചമെന്ന് കണ്ടത്. അതുകൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ എന്നൊരു പേര് വന്നത്. മാക്സ് മുള്ളർ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ തന്നെ പറഞ്ഞു, പ്രകാശം കിഴക്കു എന്ന് വരുന്നു എന്ന് പറഞ്ഞു. പ്രകാശം കിഴക്കു എന്ന് വരുന്നു എന്ന് പറഞ്ഞത് സൂര്യൻ ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശമല്ല, മറിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രകാശം എന്ന് വെച്ചാൽ അറിവാണ്. ഭാരതത്തില് ഗുരു എന്നറിയപ്പെടുന്ന ഒരു വാക്കുണ്ട്. ഗുരു എന്നറിയപ്പെടുന്ന അക്ഷരത്തിന് അന്ധകാരമെന്നും അറിവ് എന്നറിയപ്പെടുന്ന അക്ഷരത്തിന് അകറ്റുക എന്നുമാണ്. അപ്പൊ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അന്ധകാരത്തെ അകറ്റുന്ന ആളെന്നാണ് അർത്ഥം. അന്ധകാരം എന്ന് പറയുന്നത് ഇരുട്ട് അല്ലെങ്കിൽ തമസ്. എവിടെയാണോ ആ അന്ധകാരം ഉള്ളതെന്ന് വെച്ചാൽ മനുഷ്യന്റെ മനസ്സിലാണ് അന്ധകാരമുള്ളത്. മനുഷ്യന്റെ മനസ്സിലുള്ള അന്ധകാരത്തെ നമ്മൾ അജ്ഞത എന്നാണ് പറയുന്നത്, അറിവില്ലായ്മ എന്നാണ് പറയുന്നത്. ആ അറിവില്ലായ്മയെ ഇല്ലാതാക്കണമെങ്കിൽ, ആ തമസിനെ ഇല്ലാതാക്കണമെങ്കിൽ അവിടേക്ക് വെളിച്ചം വീശണം. വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോളജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായിരുന്നു അറിവ്, അതാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ആ പ്രകാശം വീശിയെങ്കിൽ മാത്രമേ അറിവില്ലായ്മ എന്നറിയപ്പെടുന്ന, അറിവെന്നറിയപ്പെടുന്ന പ്രകാശം വീശിയാൽ മാത്രമേ അറിവില്ലായ്മ എന്നറിയപ്പെടുന്ന ആ അജ്ഞതയെ ഇല്ലാതാക്കാൻ പറ്റും.
അതുകൊണ്ടാണ് ബുദ്ധന് ബോധോദയം ഉണ്ടായെന്ന് പറയുമ്പോൾ, ബോധോദയം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് എൻലൈറ്റൻമെന്റ് എന്നാണ്. വാക്കിന്റെ അർത്ഥം നോളജ് ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ എന്നാണ്. വലിയ അളവിൽ അറിവുണ്ടായെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാല്, ഭാ എന്ന വാക്കിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്. ഭാനോ ദീപ്തോ ദീപ്തി എന്നാണ് പറയുന്നത്. ആ ജ്ഞാനപ്രകാശത്തില് രതി ചെയ്യുന്നതെന്തോ അതായിരുന്നു ഭാരതം. ഭാരതം ലോകത്തിന്റെ നെറുകയില് ഒരു കാലത്ത്, അല്ലെ പണ്ടുള്ള കാലങ്ങളിൽ വിരാജിച്ചിരുന്നു. ലോകത്തിന്റെ പല സർവകലാശാലകളും അറിവ് പകർന്ന പല സമയത്തൊക്കെ ഭാരതം എന്ന് പറയുമ്പോൾ ആ ലോകത്തിലെ സർവകലാശാലകളായിട്ടുള്ള ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ ഉണ്ടാകുന്നതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തില് ലോകോത്തരമായിട്ടുള്ള സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അറിവിന് ലോപം സംഭവിച്ചു. ഭഗവത്ഗീത അവസാനിക്കുമ്പോൾ ഭഗവാന് അർജുനനോട് പറയുന്നുണ്ട്, ഞാന് പണ്ട് ഈ അറിവ്, ഈ ആധ്യാത്മികത ഞാനത് വിവസ്വാന് ഉപദേശിച്ചു. വിവസ്വാൻ അത് മനുവിന് ഉപദേശിച്ചു. മനു അത് ഇക്ഷാകുവിന് പകർന്നു കൊടുത്തു. അങ്ങനെ രാജർഷി പരമ്പരകളിലൂടെ ഈ അറിവ് പിന്തുടർന്നു വന്നു. പക്ഷെ പിന്നീട് ഈ അറിവിന് ലോപം സംഭവിച്ചു. ലോപം എന്ന് വെച്ചാൽ കുറവ് സംഭവിച്ചു. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ യോഗ നഷ്ടക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായിട്ടുള്ള ആൾക്കാർ പ്രാപിച്ചിട്ട് ഈ അറിവിന് ലോപം സംഭവിച്ചു, ഈ അറിവിന് കോട്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ജ്ഞാനപ്രകാശം നമ്മൾ പിന്നീടുള്ള തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു. പണ്ടുകാലത്ത് ഭാരതത്തില് ഗുരുകുല സമ്പ്രദായത്തിലൂടെ ഗുരുവിന്റെ വീട്ടിൽ നിന്ന് പഠിച്ച് അങ്ങനെ വിദ്യാർത്ഥി 10-12 വർഷമാണ് ഗുരുവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. ആ 10-12 വർഷം കൊണ്ട് അറിവ് പൂർണ്ണമായിട്ടായിരിക്കും ഒരാൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ 12 നമ്മുടെ 20 വർഷം 25 വർഷം പഠിച്ചാലും അറിവ് പൂർണ്ണമായി പുറത്തേക്ക് വരുന്നില്ല. പിന്നെയും അജ്ഞതയോടുകൂടിയാണ് പുറത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞു, ആ ഒരു ധാരാളം കാലങ്ങൾ കൊണ്ട് ദീർഘേന കാലേന സംയോഗ യോഗനഷ്ടക എന്ന് പറയും. ദീർഘമായ കാലങ്ങളിലൂടെ, ധാരാളം കാലങ്ങളിലൂടെ കടന്നു വന്ന്, നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന് ഈ അറിവിന് ലോപം സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ, ഭാരതീയരെ സംബന്ധിച്ച് പറയുമ്പോൾ, ലോകത്തെ മറ്റ് ഏത് രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പോഴും അവരെക്കാളും അപ്പുറമുള്ള ആധ്യാത്മികമായിട്ടുള്ള സംസ്കൃതി അറിവ് നമുക്കുണ്ട്. ആ അറിവെന്ന് പറയുമ്പോൾ ലഭ്യമായതും ലഭ്യമല്ലാത്തതുമായിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് പുസ്തകങ്ങളിലൂടെ ആ അറിവ് പിന്തുടർന്നുകൊണ്ടേ വരുന്നു. പക്ഷേ നമുക്ക് പല പുസ്തകങ്ങളും നഷ്ടപ്പെട്ടു പോയി, ആ അറിവുകൾ നഷ്ടപ്പെട്ടു പോയി. പലപ്പോഴും വൈദേശികമായ ആക്രമണങ്ങളിലൂടെയൊക്കെ നമ്മുടെ വിദ്യാപീഠങ്ങള്, സർവകലാശാലകള്, ജ്ഞാനപ്രകാശത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുള്ള നമ്മളുടെ ആലയങ്ങള്, നമ്മുടെ ദേവാലയങ്ങൾ പോലും ഒരു കാലത്ത് ഭാരതത്തിലെ ദേവാലയങ്ങൾ എന്ന് പറയുമ്പോൾ അത് അറിവ് പകർന്നു കൊടുക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ബുദ്ധമതത്തിന്റെയൊക്കെ പരിശോധിച്ചു നോക്കാമെങ്കിൽ മൊണാസ്റ്ററീസ് ആയിരുന്നു. മൊണാസ്റ്ററീസ് എന്ന് വെച്ചാൽ മതപാഠശാലകളായിരുന്നു. ആ മതപാഠശാലകളിൽ അറിവായിരുന്നു പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ലോകത്തെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കാമെങ്കിൽ ആധുനിക സയൻസ് കണ്ടെത്തിയെന്നറിയപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ പല വിഷയങ്ങളിലും വളരെയധികം അവഗാഹമായിട്ടുള്ള പാണ്ഡിത്യം നേടിയിരുന്നു ഭാരതീയർ. ഭാരതം ഗുരുവിനെ കണ്ടത് ഈശ്വരന് തുല്യമായിട്ടായിരുന്നു. ഈശ്വരന് തുല്യമായെന്ന് പറയുമ്പോൾ മുണ്ടകോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഒരു ഉപനിഷത്തുണ്ടായിരുന്നു ഭാരതത്തിൽ.